നമസ്കാരം. ശത്രുരാജ്യങ്ങളായ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇറാനിലെ തന്ത്രപ്രധാനമായ ചിത്രങ്ങളോ വീഡിയോകളോ അയച്ചു നൽകുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടുന്നതിനൊപ്പം അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ പുതിയ കർശന നിർദ്ദേശം. ഇസ്രായേൽ അടക്കമുള്ള ശത്രുരാജ്യങ്ങൾ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആക്രമണം നടന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ തങ്ങൾ ലക്ഷ്യമിട്ട ഇടം കൃത്യമാണെന്ന് ശത്രു തിരിച്ചറിയാൻ ഇടയാക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ ശത്രുരാജ്യങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ ലഭ്യമാക്കുന്നത് അവരെ സഹായിക്കുന്നതിന് തുല്യമാണെന്നും ഇത് രാജ്യദ്രോഹമായി കണക്കാക്കുമെന്നും ഇറാൻ ഭരണകൂടം അറിയിച്ചു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതായി ആരോപിച്ച് രണ്ടുപേരെ ഇറാൻ അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്കെതിരെ കടുത്ത കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. സമാനമായ രീതിയിൽ വിദേശ ചാര സംഘടനകളുമായി സഹകരിക്കുകയും വിവരങ്ങൾ ചോർത്തുകയും ചെയ്ത മറ്റ് രണ്ടുപേരുടെ വധശിക്ഷ അധികൃതർ നേരത്തെ നടപ്പിലാക്കിയിരുന്നു. ഇസ്രായേലുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആഭ്യന്തര സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. രാജ്യത്തിനകത്തെ വിവരങ്ങൾ വിദേശ ഏജൻസികൾക്ക് ചോരുന്നത് തടയാൻ കർശനമായ സൈബർ നിരീക്ഷണവും ഇറാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ അയക്കുന്ന വ്യക്തികളെ മാത്രമല്ല, അവ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെയും അധികൃതർ നിരീക്ഷിച്ചു വരികയാണ്. ശത്രുവിനെ സഹായിക്കുന്ന തരത്തിലുള്ള യാതൊരു നീക്കവും രാജ്യത്തിനകത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. ഈ നിയമം ലംഘിക്കുന്നവർക്ക് മാപ്പില്ല എന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഭരണകൂടം ഓർമ്മിപ്പിച്ചു. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെ അമേരിക്കയെ നേരിട്ടുള്ള യുദ്ധത്തിന് വെല്ലുവിളിച്ച് ഇറാൻ സൈന്യം രംഗത്തെത്തി. ഇറാന്റെ കരുത്തരായ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ അത്യാധുനിക ആയുധങ്ങളുമായി പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന ശക്തമായ താക്കീതോടെയാണ് ഇറാൻ ഔദ്യോഗിക മാധ്യമമായ പ്രസ് ടിവിയിലൂടെ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തെ പരാജയപ്പെടുത്താൻ തങ്ങളുടെ കമാൻഡോകൾ സജ്ജരാണെന്ന അവകാശവാദമാണ് വീഡിയോ ഉയർത്തുന്നത്. ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള ശത്രുത വരും ദിവസങ്ങളിൽ ഒരു സമ്പൂർണ്ണ കരയുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന സൂചനകൾ ഇതോടെ ശക്തമായി. വീഡിയോയുടെ ചിത്രീകരണ സമയം സംബന്ധിച്ച് വ്യക്തതയില്ലെങ്കിലും മേഖലയിൽ സൈനിക നീക്കം ശക്തമാകുന്നതിനിടെയുള്ള ഈ പ്രകോപനം ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ താവളങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനായി വൻ സന്നാഹമാണ് അമേരിക്ക ഒരുക്കുന്നത്. സൈന്യത്തിലെ പ്രശസ്തമായ 82ാം എയർബോൺ വിഭാഗത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് സൈനികർ പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചതോടെയാണ് വിവരം. ഇതിനോടകം തന്നെ 2500ഓളം മറീനുകൾ മേഖലയിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിന് പിന്തുണയുമായി സൈന്യം നേരിട്ടിറങ്ങിയാൽ അത് മേഖലയെ വലിയൊരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടും. എന്തായാലും കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഇറാൻ നിയമങ്ങൾ കടുപ്പിക്കുകയാണ്. മാത്രമല്ല, കരയുദ്ധത്തിനായി അമേരിക്കയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്.